ഹലോ, സഞ്ചാരിയാണ് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് പൂക്കൾ പരിചയപ്പെടുത്താം. എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള പൂക്കൾ തന്നെയാണ്. നിങ്ങൾ കാണാത്ത പൂക്കളൊന്നുമല്ല. റോസ്, കുറച്ച് റോസ് ഉണ്ട്, പിന്നെ ചെമ്പരത്തി. ഇതൊരു വെറൈറ്റി കളറാണ് കേട്ടോ ചെമ്പരത്തി. പിന്നെ തെച്ചി, അതെല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. കുറച്ച് റെഡ് തെച്ചിയാണ് സാധാരണ. മറ്റേ നമ്മൾ സാധാരണ അശോക തെച്ചിയാണ് എല്ലായിടത്തും ഉണ്ടാവുക. ഇതിൽ പൂവൊക്കെ ഇടാൻ കുറച്ച് പാടാണ്. ഉണ്ടായി കഴിയുമ്പോൾ നന്നായിട്ടുണ്ടാവും. ഇത് ഒരു പ്രത്യേക കളറ് ബോഗൻവില്ല കേട്ടോ. ബോഗൻവില്ല ഉണ്ട്, ആ കൂട്ടത്തിൽ ജമന്തി ഉണ്ട്. ജമന്തി അല്ല, എന്താ പറയുക ഈ പൂവിനെന്താ പറയുക? ചെണ്ടുമല്ലി. അത് മഞ്ഞ, ചുമപ്പ്, അത് നിറച്ചുണ്ടായിട്ടുണ്ട്. വിത്തിട്ടതാണ് വെറുതെ. അപ്പോൾ നോക്കുമ്പോൾ നിറച്ചുണ്ടായിട്ടുണ്ട്. ഇത് വേറൊരു കളറ് ചെണ്ടുമല്ലി, ചെറുതാണ്. ഇത് മതിലിന് ഇപ്പുറം പിടിപ്പിച്ചതാണ്. ഇത് താനെ ഉണ്ടായതാണ്. നിറച്ചും പൂവുണ്ടായിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. എന്തുണ്ടാവില്ലേ ഉണ്ടോ? നിറച്ചും നല്ല ഭംഗിയാണെങ്കിൽ സൈഡൊന്നോ വർണ്ണശബളമായ പൂക്കളാണ്. ലോക്കൽ പൂക്കളാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. മറ്റേ ഈ ബഡ് റോസൊക്കെ കൊണ്ട് നട്ട് അധികം ഒന്നും പൊട്ടിക്കുന്നില്ല. 2-3 വട്ടം പൂവുണ്ടാവും, പിന്നെ ഉണങ്ങി പോവുക. എത്ര വളമിട്ട് കൊടുത്താലും വീട്ടിൽ പിടിക്കുന്നില്ല ബഡ് റോസ്. കാണാൻ ഭംഗി ഇതൊക്കെ തന്നെ. ഇത് വീട്ടിലുണ്ടായല്ല, വീടിൻ്റെ മുറ്റത്ത് മുൻപിലുള്ള റോഡരിയിലുണ്ടായത്. താനെ പിടിച്ചതാണ്. ഇനി മഞ്ഞ, 2 കളറും ഒരുമിച്ചുണ്ടായിരിക്കുക. നമ്മൾ കാര്യമായിട്ട് വിത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ, വെറുതെ. ഇത് കാട്ടിലൊക്കെ ഉണ്ടാകുന്ന സൈസ് പൂവാണ്. ഇത് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി പിടിപ്പിച്ചതാണ് ഈ ഇല. ഇത് ഓരോ സ്ഥലത്ത് നിന്ന് വെട്ടിക്കളയുക. വെള്ളം പറ്റി. ഈ ചെടി വെള്ളം പറ്റിക്കുന്ന ചെടിയാട്ടോ, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. കാട്ടിലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വെട്ടിക്കളയല. ഇനി കുറച്ച് റോസാണ്. പൂവൊന്നും ഉണ്ടായില്ല. പൂവുണ്ടാകുന്ന സീസണല്ല. വെട്ടിയാലേ ഇപ്പം ഇനി പൂവുണ്ടാവും. വെട്ടാൻ വൈകിപ്പോയി. പിന്നെ ഇത് ചൈനീസ് ബോൾസം. പിന്നെ കുറച്ച് ഇലച്ചെടികളുണ്ട്. കൂടുതലും ബോഗൻവില്ല ഉണ്ട് നല്ലതായിട്ട്. ചെമ്പരത്തി, വെള്ള ബോൾസ് അല്ല, സോറി,
മൊസാൻ്റെ അല്ല, വെള്ള ബോഗൻവില്ല. വെള്ള ബോഗൻവില്ല. ഏലച്ചെടി. ഇത് റോസാണ്, പക്ഷെ അധികമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായത് ഇതാണ് ഓർക്കിഡ്. ഇത് ആദ്യമായിട്ട് ഉണ്ടാകുന്നതാണ്. ഒരൊറ്റ പൂവ്. അരളി. അരളിയിൽ ചെറുതായിട്ട് പൂവുണ്ടായിട്ടുണ്ട്. ഇത് മരമായിട്ട്, വലിയ മരമായിട്ട് പോകുന്ന ഇതാണ്. നിറച്ചും പൂവുണ്ടാവും, വെള്ളപ്പൂക്കൾ. കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ പിടിച്ചിട്ടൊന്നും ഇത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല. ഇത് വള്ളിയിലുണ്ടാകുന്ന ഒരു സൈസ് പൂവാണ്. പിന്നെ ബോഗൻവില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. നന്ദി.